ഹായ് നമസ്തേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് നാട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു. ഇവിടുത്തെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗാക്കാമെന്ന്. അപ്പം ഇപ്പം ഞാൻ എണീറ്റോളൂ, ഫ്രഷായി. രച്ചുമോള് ഇതേ ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാനിനി ഇവിടെ എടുത്തുകൊണ്ട് താഴത്തെ റൂമിൽ കൊണ്ടുപോയിട്ട് കിടത്തണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. ഉച്ചയ്ക്ക് ഓൾറെഡി ഇന്നലെ രാത്രി വാങ്ങിച്ച ഫുഡ് ഇരിപ്പുണ്ട്, അപ്പോൾ അത് ചൂടാക്കാം. കാരണം ഈവനിങ് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകും എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഡിന്നറൊക്കെ, അപ്പോൾ പിന്നെ ഇവിടെ ഉണ്ടാക്കിയില്ല ഉച്ചത്തേക്കുള്ള ഫുഡ്. ഉണ്ട് ഫുഡ് ഓൾറെഡി, അതുകൊണ്ട് അത് ചൂടാക്കിയതല്ലോ. അപ്പോൾ അതൊക്കെയാണ് പ്ലാന്. അപ്പം വഴിയേ കാണാം. നല്ല മഴയാണ് രാവിലെ തൊട്ട്. ദച്ചുമോളിരുന്ന് കാർട്ടൂൺ കാണുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഞാനും ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ പണിയൊന്നുമില്ല, ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഓൾറെഡി ഫുഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ കുളിക്കാനുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുളിക്കും. പിന്നെ ഇങ്ങനെ ചുമ്മാ ഇരിപ്പാണ്. ഇവിടെ അമ്മ ജിമ്മിൽ പോയിരിക്കുകയാണ്, പിന്നെ അച്ഛനുണ്ട്, ഗോഗു വർക്കിന് കയറി. ഇപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി ഇങ്ങനെ ഇരിപ്പാണ്. അല്ലേ തെച്ചോ? എന്താ കഴിച്ചത് തെച്ചോ ബ്രേക്ക്ഫാസ്റ്റ്? എന്താ കഴിച്ചേ? ദോശ. നമ്മൾ എങ്ങോട്ടാ പോണേ ഇന്ന്? നമ്മൾ എങ്ങോട്ടാ ഇന്ന് പോണേ? നമ്മൾ അപ്പുറത്ത് പോണില്ലേ? കുളിച്ച് കഴിഞ്ഞിട്ടല്ല, വൈകുന്നേരം. അപ്പോൾ പോണ വഴിക്കാണ് ഇവിടെ അച്ഛമ്മ വന്നിട്ടുണ്ട്, എറണാകുളത്ത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ പോണ വഴിക്ക് തന്നെയാണ്. അപ്പം ഞങ്ങൾ അവിടെയും കയറും, കാണിച്ചു തരാം ഞാൻ. അപ്പം കാണാം. അപ്പം ഞങ്ങൾ കുളിച്ചൊക്കെ കഴിഞ്ഞു. ദച്ചു ഒരു ഷൂ ഇട്ട് നടക്കുന്നുണ്ട്. ഇത് ദച്ചുവിൻ്റെ കുഞ്ഞിലെയുള്ള ഷൂ ആണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ നിച്ചുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് അവളുടെ എന്നുവെച്ചാൽ ദച്ചുവിൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഷൂ ഞാൻ വാങ്ങിച്ചത്. അപ്പം അത് ഇച്ചിരി വലുതായിരുന്നു. ഇപ്പം കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അവൾക്ക് അത് സോഫ്റ്റ് ആയതുകൊണ്ട് അതിട്ട് നടക്കുവാണ് ദച്ചു. 1 വയസ്സ് പോലും ഇല്ലാത്തപ്പോൾ വാങ്ങിച്ച ഷൂ ഇപ്പം 2 വയസ്സാണ് കഴിഞ്ഞു അവളുടെ. എപ്പോഴും അവൾ അതിട്ട് നടക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ ഈവനിങ്ങിൽ എല്ലാവർക്കും ഉള്ള കോഫിയും ബൂസ്റ്റൊക്കെ എടുക്കുകയാണ്. ഞാൻ ഉച്ചത്തെ എടുത്തില്ലായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഫുഡ് ഓൾറെഡി ഇനി ചൂടാക്കി കഴിച്ചാൽ മതിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങളങ്ങനെ കഴിച്ചായിരുന്നു ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് പോകണം. അപ്പോൾ അതിന് റെഡി ആവുകയൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ
ആണ് ടീ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. രച്ചിങ് വാ. വേണ്ട അയ്യോ കൂടെ. ഇതിപ്പോൾ ഞങ്ങളിതേ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. ഇത് പോണ വഴിക്ക് ഞങ്ങൾ നിർത്തിയിരുന്നു സ്നാക്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ മമ്മിയുടെ അവിടെ എത്തി. മമ്മി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛമ്മയാണ്, ഞാൻ മമ്മി എന്നാണ് വിളിക്കുക. ഇപ്പം ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ, അച്ഛൻ്റെ ഫാമിലി ആണ്. അതിനകത്ത് ഗോഗു മാത്രമല്ല ബാക്കി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിനെടുത്ത ഫോട്ടോയാണിത്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ വരുന്നത്. ഇവിടെ വന്നതിന് ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ വക നല്ല സ്പെഷ്യൽ മീൻ കറിയും ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ അമ്മയും ദച്ചും കൂടി കളിയാണ് രാത്രി. ഇപ്പോഴും ഇതുവരെ ഉറങ്ങിയിട്ടൊന്നുമില്ല അവർ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.